പുണ്യ റമദാൻ മാസത്തിൽ പുതുമോടിയിലാണ് കോഴിക്കോട്ടെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചാലിയം മാലിക് ബിൻ ദിനാർ മസ്ജിദ്. പൈതൃക ടൂറിസത്തിന്റെ ഭാഗമായി മസ്ജിദിന്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് വിനോദസഞ്ചാര വകുപ്പ്. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ ആരാധനാലയങ്ങളിലൊന്നായ ഈ മസ്ജിദിന് ചരിത്ര പ്രാധാന്യമേറെയാണ്. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ ഇടം നേടിയ ആരാധനാലയം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിൽ നിന്ന് ഇസ്ലാം മതപ്രചാരണത്തിനായി മാലിക് ബിൻ ദിനാറിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെത്തിയ സംഘം മലബാറിൽ ആദ്യമായി നിർമ്മിച്ച 10 മുസ്ലിം പള്ളികളിലൊന്ന്. അറബ് വ്യാപാര സമൂഹങ്ങളുമായി കേരളത്തിന്റെ ബന്ധം ഊട്ടിയുറപ്പിച്ചതും ഈ പള്ളിയാണ്. കോഴിക്കോട് ചാലിയത്താണ് പുഴക്കര പള്ളി എന്നറിയപ്പെടുന്ന ഈ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത്. 1531 പോർച്ചുഗീസുകാർ പള്ളി പൊളിച്ച് കോട്ട കെട്ടിയെങ്കിലും സാമൂതിരിയുടെ നേതൃത്വത്തിലുള്ള പടയാളികൾ കോട്ട തകർത്ത് പള്ളി പുനർനിർമ്മിച്ചതായാണ് പറയപ്പെടുന്നത്. ചരിത്രങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ പോർച്ചുഗീസുകാരെ കാലത്ത് പൊളിച്ചിരുന്നു. എന്നിട്ട് രണ്ടാമത് കോട്ട പൊളിച്ചിട്ട് രണ്ടാമത് ടിപ്പു സുൽത്താൻ്റെ ഇതിൽ അവർ നന്നാക്കിയാണ്. അങ്ങനെ പല ഐതിഹ്യങ്ങളും റിപ്പോർട്ടുകളാണ് നമുക്ക് പറയുന്നത്. റസൂലിൻ്റെ കാലത്ത് കേരളത്തിലുണ്ടാക്കി 10 പള്ളിയിൽ ഒരു പള്ളി. ടൂറിസം വകുപ്പിന്റെ പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പള്ളി നവീകരിച്ചിരിക്കുന്നത്. പള്ളിയുടെ നിർമ്മിതിക്ക് മാറ്റവും കോട്ടവും വരാത്ത രീതിയിലാണ് 1 കോടി രൂപ ചെലവിട്ട നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കിയത്. പുണ്യ റമദാനിൽ തന്നെ നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിലാണ് വിശ്വാസി സമൂഹം. ചരിത്രം മാറ്റിമറിക്കപ്പെടുന്ന ഇക്കാലത്ത് ചരിത്രത്തെ അതിന്റെ തനിമയോടെയും സത്യസന്ധതയോടെയും രേഖപ്പെടുത്തി വെക്കുകയാണ് ഇവിടെ. ബേപ്പൂരിന്റെ ചരിത്ര പശ്ചാത്തലം നിലനിർത്തിക്കൊണ്ട് തന്നെ ചാലിയം മാലിക് ബിൻ ദിനാറിനെ ലോക ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുകയാണ് വിനോദസഞ്ചാര വകുപ്പ്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ദിൽഷ തിലകൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.